തിരുവനന്തപുരം വെള്ളനാട് 1 വയസ്സുള്ള കുഞ്ഞിനെ മാനസിക വെല്ലുവിളി നേരിടുന്ന മാതൃ സഹോദരി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി. ഉറിയാക്കോട് സ്വദേശി സിന്ധുവിന്റെ 3ാമത്തെ മകനാണ് മരിച്ചത്. MG പ്രതീഷ് വിവരങ്ങൾ ചേർന്നു. പ്രതീഷ്, അങ്ങേയറ്റം ദാരുണമായ, അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണ് സംഭവം പ്രതീഷ്? തീർച്ചയായും ഹാഷ്മി, കാരണം തിരുവനന്തപുരം വെള്ളനാട് ഉറിയക്കോടാണ് ഞെട്ടിപ്പിക്കുന്ന വളരെ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഒരു 1.5 വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ്. എനിക്ക് പുറകിൽ കാണുന്ന ഈ വീട്ടിലാണ് കൊലപാതകം നടത്തിയ മഞ്ജുവും ഒപ്പം സഹോദരി സിന്ധുവും താമസിക്കുന്നത്. സഹോദരി സിന്ധുവിന്റെ 3ാമത്തെ കുട്ടിയെയാണ് ഈ സിന്ധുവിന്റെ തന്നെ സഹോദരി മഞ്ജു കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയത്. ഈ രാവിലെ കുട്ടിയെ തൊട്ടിൽ കിടത്തിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ തൊട്ടിൽ കുട്ടിയെ കാണാതായതോടെയാണ് സിന്ധു തിരക്കിയിറങ്ങിയത്. അങ്ങനെ ഈ കൊലപ്പെടുത്തിയ മഞ്ജു തന്നെ തൊട്ടടുത്ത് തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരോട് സ്ഥലത്തെത്തി കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു, അല്ലെങ്കിൽ കിണറ്റിൽ എറിഞ്ഞു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയും ഒപ്പം പോലീസിനെയും ഫയർഫോഴ്സിനെയും നാട്ടുകാർ വിവരമറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസും ഫയർഫോഴ്സും എത്തുകയും ഈ കിണറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തത്. തൊട്ടടുത്തുള്ള വെള്ളനാട് ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കിണറ്റിലാണ് കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയത്. ഈ കിണറ്റിൽ ആ സമയത്ത് മൂടി ഉണ്ടായിരുന്നു. പക്ഷേ മൂടി തുറന്ന് കുഞ്ഞിനെ കിണറ്റിലേക്ക് ഇടുകയായിരുന്നു എന്നതാണ് സമീപവാസികളടക്കം പറയുന്നത്. മാത്രമല്ല, ഈ കൊലപ്പെടുത്തിയ മഞ്ജുവിന് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാരടക്കം പറയുന്നുണ്ട്. നേരത്തെയും സമാനമായ രീതിയിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നും അടക്കം പോലീസിനോട് ഇതിനോടകം തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് സംഭവം നേരത്തെ ഉണ്ടായെങ്കിൽ ഒരു ശ്രദ്ധ എന്തുകൊണ്ടുണ്ടായില്ല? ഫയർഫോഴ്സ് വന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. പോലീസ് വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു ധാർമ്മികമായ ഒരു സംഭവമായിപ്പോയി, നടക്കാൻ പറ്റാത്തൊരു ഭയങ്കരമായ ഒരു സംഭവമായിപ്പോയി. ഈ മാനസികമായ സ്ത്രീ ഒരു കുട്ടിയെ കിണറ്റിലിട്ടതിന് ശേഷം നേരെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ചെന്ന് പറഞ്ഞു, ഞാൻ ഈ കൊച്ചിനെ കിണറ്റിനകത്തിട്ടിരിക്കുകയാണെന്ന്. ഉടൻ തന്നെ അവരെ രക്ഷകർത്താക്കളെ ഫോൺ ചെയ്ത് പറഞ്ഞു. ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. ഫയർഫോഴ്സ് വന്നു. കുട്ടിയെ എടുക്കുമ്പോൾ മരണപ്പെട്ടിരുന്നു. കുട്ടി നേരത്തെയും ഈ സമാനമായ രീതിയിൽ ഒരു ശ്രമം നടന്നു എന്ന് പോലീസിനോട് പറഞ്ഞത് 3 മാസത്തിനു മുമ്പേ ഈ കുഞ്ഞിനെ കൊല്ലുവാനുള്ള ശ്രമം നടത്തി. അന്ന് നടക്കാൻ പറ്റിയില്ല. ഇന്ന് ആ കുട്ടിയെ അമ്മ ഇത് ഉറക്കി കിടത്തിയിട്ട് തുണി കഴുകാൻ പോയ സമയത്താണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ കിണറ്റിനകത്തിട്ടത്. അടപ്പുള്ള കിണറാണ്. എന്നിട്ട് അടപ്പിനെ തുറന്നിട്ടാണ് എടുത്തിട്ടത് കിണറ്റിനകത്ത്. ഹാഷ്മി, നാട്ടുകാർ പറയുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ മഞ്ജു മാനസികമായി പ്രശ്നമുള്ള പ്രതീക്ഷ. അങ്ങനെ ഇപ്പൊ മാനസിക വെല്ലുവിളി, മാനസിക പ്രശ്നം, അപ്പൊ ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ ഒരു ശ്രദ്ധ വീട്ടിലുണ്ടാവണ്ടേ പ്രതീഷ്? തീർച്ചയായും ഹാഷ്മി, കാരണം അത് നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം നേരത്തെയും ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടും വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ ഈ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് ഈ വീട്ടുകാരും നാട്ടുകാരും അടക്കം പറയുന്നത്. കാരണം ഈ കുഞ്ഞിനെ തൊട്ടിൽ കിടത്തി തൊട്ടപ്പുറത്ത് തുണി അലക്കാൻ വേണ്ടി പോവുകയായിരുന്നു. കുറച്ച് സമയത്തിനും അപ്പുറം തന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് കുഞ്ഞിനെ കാണാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കുഞ്ഞിനെ പലയിടങ്ങളിലും അന്വേഷിച്ചെങ്കിലും കുഞ്ഞിനെ കണ്ടെത്തിയിരുന്നില്ല. പിന്നീടാണ് ഈ സഹോദരി തന്നെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് ഇക്കാര്യം പറയുന്നത്. അതിനുശേഷം ഇവർ ആദ്യം ഈ വീട്ടിലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ ആദ്യം കാണിച്ച ആ വീട്ടിലെ കിണറ്റിലാണ് കുഞ്ഞിനെ നോക്കിയത്. പക്ഷെ ആ കിണറ്റിൽ കുഞ്ഞുണ്ടായിരുന്നില്ല. തൊട്ട് സമീപത്ത് മറ്റൊരു പുരയിടത്തോട് ചേർന്നുള്ള ഒരു കിണറ്റിൽ നിന്നാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് തിരുവനന്തപുരം വെള്ളനാട് ഉറിയക്കോട് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ വിളപ്പിൽശാല പോലീസ് മഞ്ജുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യൽ തന്നെ മഞ്ജു ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. പോലീസിനോട് തന്നെയാണ് നേരത്തെയും ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് നടത്തിയിരുന്നുവെന്ന് മഞ്ജു പറയുന്നത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് വിളപ്പിൽശാല പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഹാഷ്മി.